എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നീയും ഈ കുട്ടിയും ജീവനോടെ ഉണ്ടാവില്ല. പേടിക്കണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല. ഫാദർ നന്ദനയുമായി വന്ന എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കും. അത് കഴിഞ്ഞ് ഞാൻ നിന്നെ വിടൂ. എങ്കിൽ എവിടെ ഫാദർ? വരും. വന്നോളൂ, വന്നോളൂ അച്ചോ. ഒരു പള്ളിയിലച്ഛൻ ഇതിനായിട്ട് വരില്ല. നിനക്ക് എന്താ വേണ്ടത്? പറഞ്ഞോളൂ, എന്ത് വേണം ഞാൻ തരാം. വന്നോളൂ അച്ചോ. അച്ഛൻ വന്നു. ഇനി കോംപ്രമൈസ്. തോക്കെടുക്ക്. നന്ദനയും കൂടി വരണ്ടേ? വിളിക്കച്ചോ. എടാ, നീ വരരുത്. വന്നാൽ ആ നിമിഷം ഞാൻ ഇവനെ കൊല്ലും. ആ അവകാശം നിങ്ങളുടേതാണെന്ന കാര്യം മറക്കണ്ട. എന്താ ഫാദർ ഇത്? എന്താ നിനക്ക് അർത്ഥം? എന്തിനാ എന്നെ വെറും കൈയോട് ഇങ്ങോട്ട് കൊണ്ടുവന്ന്? മോസ് ഒരുക്കിയ എലിക്കണിയാണിത്. ഞാൻ മോസിനെ വിശ്വസിച്ചു, ഒപ്പം നിന്നു. ഞാൻ മാത്രമല്ല, അവരൊക്കെ. ഇനി ഇവരൊക്കെ സാക്ഷികളാ. വർഷങ്ങളായിട്ട് നിങ്ങൾ തേടി നടന്ന ശത്രു ഇതാ നിങ്ങളുടെ കൺമുമ്പില്. കൊന്ന് പക തീർക്കണമെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അങ്ങോട്ട് കൊല്ല്. എന്റെ കാത്തിരിപ്പിന് അവസാനമായി ഫാദർ. അയ്യോ, കൊല്ലാൻ വരട്ടെ. അതിനു മുമ്പ് ചെറിയ ഒരു ചടങ്ങുണ്ട്. ചടങ്ങ് ഇപ്പൊ കഴിയും. 10-12 ഒപ്പുകളുടെ കാര്യമേ ഉള്ളൂ. ഈ തർക്കഭൂമിയുടെ അവകാശങ്ങൾ മുഴുവനും സുമേഷിന്റെ പേരിലാക്കുന്നതിനുള്ള ചില രേഖകളാ. ഒപ്പിട്ടാ മതി. രജിസ്ട്രേഷൻ പിന്നെ. അതൊന്ന് കഴിഞ്ഞോട്ടെ സുമേഷ്. ഇല്ലെങ്കിൽ ഈ കെട്ടിടം ആർക്കും ഇല്ലാതെ പോകും ഏറെക്കാലം. ഞാൻ എവിടെ വേണം ഒപ്പിടാം. അവനെ കൊണ്ട് കൊല്ലിക്കരുത്. അവന് ഭ്രാന്ത. അവനെ കൊല്ലും. എന്റെ ചടങ്ങൊക്കെ കഴിഞ്ഞു. പിടിച്ചേ. ഇനി വേറെ വല്ല ചടങ്ങോട്ടെ, അതും നടക്കട്ടെ. ഇതായിരുന്നില്ല ഫാദർ എനിക്ക് വേണ്ടിയിരുന്നത്. എനിക്ക് അവനെ മാത്രം. ഈ കളികൾക്കൊക്കെ ഞാൻ കൂട്ടുന്നത് മോസ് നന്ദനെ ഉറപ്പിച്ച് പറഞ്ഞു. സുമേഷ് ആരെയും കൊല്ലില്ല. മോസിനെ വിശ്വസിച്ചവർക്കൊക്കെ തെറ്റി. ഞാൻ അവനെ കൊല്ലും. അരുത് സുമേഷ്. കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടച്ചോ. സ്വന്തം അനീത്തേക്കാൾ വലുത് ഇങ്ങേർക്കിങ്ങേരെ പക. ചേട്ടന് വേണ്ടി നാട്ടിൽ വന്നാലും ഞാൻ അനീത്തയുടെ മുമ്പിൽ വെച്ച് തീർക്കിട്ടല്ല പകയും. ഞങ്ങളെല്ലാം മോസിനൊപ്പം നിന്നത് ഈ നന്ദനിക്ക് വേണ്ടിയാ. കൊല്ലരുതവനെ. വിഷപ്പല്ല് പറിച്ചെടുത്ത് ഈ പാമ്പിനെ തല്ലി ഓടിക്ക്. വേണ്ട, എനിക്കൊന്ന് കേൾക്കണ്ട. മരണത്തിന് മുമ്പിൽ ഇവൻ മിഴിച്ചു നിൽക്കുന്നത് എനിക്ക് ഏറെ നേരെ കണ്ട് രസിക്കണം. പിന്നെ ഈ വിരലിന്റെ ഒരു ചലനം, അതോടെ തീരും എന്റെ എല്ലാ പകയും. മോസ്, ആർക്കോ എവിടെ ഉണ്ടായ ഒരു കുട്ടിയെടുത്ത് കൊരങ്ങനെ കളിപ്പിക്കും പോലെ കളിപ്പിച്ച് കാശുണ്ടാക്കി ജീവിക്കുന്ന എന്നെ പോലെ ഒരുത്തന്റെ ഔദാര്യം കൊണ്ട് വീണ് കിട്ടിയ നാണം കെട്ട ജയമല്ലേ. ജയിക്കട്ടെ. എന്നോർത്ത് അച്ഛനോർത്ത് ചേട്ടത് ചെയ്യരുത്. നോ നോ, വേണ്ട ചേട്ടാ, പ്ലീസ്. വേണ്ട, ഒന്നും ചെയ്യണ്ട. നമുക്ക് പോവാം. അങ്കിൾ പാവല്ലേ. നോക്കിക്കോണേ. വേണ്ട, കൊല്ലണ്ട. ഇന്നാ നീ തന്നെ കൊല്ല്. ഇതെന്തിനാ എനിക്ക് ഫാദർ? എടുത്തോ. എല്ലാവർക്കും എന്നെ തോൽപ്പിക്കണമായിരുന്നല്ലേ. ഞാൻ തോറ്റിരിക്കുന്നു. പോരെ. സുമേഷ് വന്നേ. എന്തിനായിരുന്നു ആ മനുഷ്യനോട് ഇത്രയേറെ ദ്രോഹം ചെയ്തത്? എന്നിട്ട് എന്ത് ശിക്ഷയാണോ തനിക്ക് കിട്ടിയത്? അദ്ദേഹം നിന്നോട് പുറത്തു തന്നിരിക്കുന്നു എന്നൊരു ശിക്ഷ, അത് മാത്രം മതിയോടോ നിനക്ക്? ഇനി അല്പനേരം നീ കളിച്ച കളി ഞാൻ കളിക്കട്ട മോസേ.
Move! Move! എന്നെ കൊണ്ട് നീ എല്ലാം ഒപ്പിട്ട് വാങ്ങിച്ചു. ഇനി ജയിലിൽ പോയി വർഷങ്ങൾ ഞാൻ നരകിച്ച് കിടക്കണം. അത് കഴിഞ്ഞ് ഈ നാട്ടിൽ വന്ന് നയാ പൈസ കയ്യില്ലാതെ അലഞ്ഞ് നടക്കണം. അതായിരുന്നില്ല നിന്റെ ഉദ്ദേശം? അല്ല, എല്ലാം നന്നായി തീരുമെന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അല്ല, ഈ പനക്കൽദാസിനെ കൊല്ലാതെ ഇല്ലാതാക്കാനാണ് നീ ശ്രമിച്ചത്. എന്താ പറഞ്ഞത്? മരണത്തിന്റെ മുന്നിൽ ഞാൻ മിഴിച്ചു നിൽക്കുന്നത് ഏറെ നേരം കണ്ട് രസിക്കണമല്ലേ? രസിച്ചോ? ദൈവൻ അങ്ങനെ നിൽക്കുന്നത് ഇത്തിരി നേരത്തേക്ക് എല്ലാവരും കണ്ട് രസിച്ചോ? വേണ്ട, മോസൻ ഒന്നും ചെയ്യരുത്. നിനക്ക് എന്താ വേണ്ടത് ഞാൻ തരാം. എനിക്ക് വേണ്ടത് 2 ജീവൻ. ആദ്യം ഇവന്റേത്, പിന്നെ നിന്റേത്. അത് കഴിഞ്ഞ് വേണ്ടതെല്ലാം ഞാൻ എടുത്തോളാം, ഇവൾ ഉൾപ്പെടെ. ദാ ഇവിടെ ഇപ്പൊ തീരുന്നു മോസും അവന്റെ എലിക്കണിയും. അതില് ബോൾസ് ഇല്ല. ഉണ്ട അത് എന്റെ തോക്ക. ഇതാണ് ചേട്ടന്റെ തോക്ക്. ഇടയ്ക്ക് ഞാൻ തോക്ക് മാറ്റി. ചേട്ടൻ ശ്രദ്ധിച്ചില്ലല്ലേ? ഇതില് ബോൾസിന്റെ ബോൾസ് ഉണ്ട. ഇത് ഞാൻ പൊട്ടിക്കാൻ പോവാ. ഈ ഒരു കാര്യം മാത്രം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ മോശെ. വല്ലാണ്ട് തീറ്റിച്ച് കളഞ്ഞു. തോക്ക് കൊടുത്തപ്പോ ഇദ്ദേഹം എടുത്ത് പൊട്ടിച്ചളയെന്ന് ഞാൻ പേടിച്ചു. നിന്നേക്കാളും ബുദ്ധിയുള്ളവര് ഈ ലോകത്തുണ്ടടാ. ഹേയ്! ഏയ് വേണ്ട. ആർക്കായാലും വിഷമം ഉണ്ടാവില്ലേ? വെറുതെ വിട്ടിട്ടും നീ നിന്റെ തനിനിറം കാണിച്ചല്ലോടാ. ടെസി! ഇതവൻ ദൈവത്തോട് ചോദിച്ചു വാങ്ങിയ ശിക്ഷയാണ്. നമ്മൾ ആരും ഇതിൽ പങ്കാളികളല്ല. പേടിക്കണ്ട കേട്ടോ. ഒന്നുമില്ല. ആ? നിങ്ങളിൽ ആരോടാ ഞാനൊരു നന്ദി പറയേണ്ടത്? എന്റെ നന്ദി നന്ദൂട്ടിയോടാ. ഈ നന്ദൂട്ടിയോട്. എപ്പോഴാ നമ്മളൊക്കെ പോകുന്നത് ബാംഗ്ലൂർക്ക്? മോശം നന്ദു പറയുമ്പോ നിങ്ങൾ തീരുമാനിച്ചോ? ഞാൻ റെഡി. God bless. ടെസി, God bless. യെസ് ഗോഡ് ബ്ലെസ്